അങ്ങനെ ഒരു 2-3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ദേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു രാവിലെയൊക്കെ ആയപ്പോഴത്തേനും എത്തിയായിരുന്നു. അന്ന് ഞാൻ രണ്ടുപേരെയും സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഉച്ചയായപ്പോൾ ഒരു നാടൻ ലഞ്ച് ഉണ്ടാക്കിയാലോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐസ് മാറാനുള്ള താമസം പോലും കൊടുക്കാതെ അതിനെ ഞാൻ നേരെ കുക്കറിൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചത് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാമെന്നാണ്. പിന്നെ വിചാരിച്ച് വേണ്ട, ചിക്കൻ തോരനാക്കിയാലോ, ഒരു നാടൻ ഊണ്, അതായിരുന്നു മനസ്സിൽ. കറി എന്തുണ്ടാക്കണമെന്ന് ചിന്തിച്ചാലേ ആദ്യം മനസ്സിൽ വരുന്നത് മോരുകറിയാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറി മോരുകറിയാണ്. വേറെ എന്തെങ്കിലും കറി വെച്ചാലും ഒരു ഫുൾഫിൽ ആയൊരു ഫീൽ തോന്നാറില്ല. അപ്പോൾ അതേ സ്ഥിരം നമ്മുടെ മോരുകറി വെച്ചിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആ സമയത്തിൽ നമ്മുടെ ഇറച്ചി അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മസാല, അതായത് പട്ട, ഇലക്ക, ക്രാമ്പ്, അങ്ങനത്തെ കുറച്ച് മസാല ഇട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളിയും പച്ചമുളകും പാടി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനും ഇട്ട് നമുക്ക് അതിൻ്റെ മസാലയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മസാല എന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന അതേ മസാല തന്നെയാണ് കേട്ടോ. പക്ഷേ ജീരകത്തിന് പകരം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ അടിപൊളി ചോറും നല്ല മോര് കറിയും ചിക്കൻ തോരനും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.